നാസ് പരീക്ഷയുമായി ബന്ധപ്പെട്ട പുതിയ മോഡൽ ക്വസ്റ്റ്യനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീഡിയോയിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഒറ്റയാൻ ആര്? ഓപ്ഷൻസ്: പാവയ്ക്ക, പടവലങ്ങ, കോവയ്ക്ക, മത്തൻ. മത്തനാണ് ശരി ഉത്തരം. ബാക്കിയെല്ലാം പാവയ്ക്ക, പടവലങ്ങ, കോവയ്ക്ക മുകളിലേക്ക് വള്ളിയായി പടർന്നു കയറുന്നു. മത്തൻ നിലത്തുകൂടെ പടർന്നു പോകുന്നു. ഓക്കെ, അടുത്ത ചോദ്യം, ഔഷധികളിൽ പെടുന്നത് ഏത്? ഔഷധികളിൽ പെടുന്നത് ഏത്? ഓപ്ഷൻസ്: ചെമ്പരത്തി, ചീര, മാവ്, റോസ. ശരി ഉത്തരം ചീര. അടുത്ത ചോദ്യം, ഔഷധികളുടെ പ്രത്യേകതകളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻസ്: തണ്ട് മൃദുവാണ്, ആഴത്തിൽ വേരോട്ടമില്ല, വലിയ ചെടികളാണ്, കുറഞ്ഞ കാലം ജീവിക്കുന്നു. ഔഷധികളുടെ പ്രത്യേകതകളിൽ പെടാത്തതാണ് എഴുതേണ്ടത്. അപ്പോൾ ഏതാണ് ശരി ഉത്തരം? വലിയ ചെടികളാണ്. അടുത്ത ചോദ്യം, ഒറ്റപ്പെട്ടത് ഏത്? പ്ലാവ്, കാപ്പിച്ചെടി, കൃഷ്ണകിരീടം, ചായച്ചെടി. ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? പ്ലാവ് വലിയ മരമാണല്ലോ. ശരി ഉത്തരം പ്ലാവ്. അടുത്ത ചോദ്യം, വീടുകളിൽ കാണുന്ന ഒരു വൃക്ഷമാണ് ഞാൻ. എൻ്റെ ഇലയും പൂവും കായും ഒക്കെ നിങ്ങൾ ഭക്ഷണമായി ഉപയോഗിക്കുന്നു. ആരാണ് ഞാൻ? ഓപ്ഷൻസ്: വാഴ, മാവ്, ചീര, മുരിങ്ങ. മുരിങ്ങയാണല്ലേ. ശരി ഉത്തരം മുരിങ്ങ. അടുത്ത ചോദ്യം, പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം ഏതാണ്? പുല്ലുവർഗത്തിൽപ്പെട്ട ഏറ്റവും വലിയ സസ്യം ഏതാണ്? ഓപ്ഷൻസ്: കരിമ്പ്, നെല്ല്, കൈതപ്പുല്ല്, മുള. ശരി ഉത്തരം മുള. അടുത്ത ചോദ്യം, കാണ്ഡം എന്ന് വിളിക്കുന്നത് ചെടിയുടെ ഏത് ഭാഗത്തെയാണ്? തണ്ട്, ഇല, പൂവ്, കായ്. ശരി ഉത്തരം തണ്ട്. അടുത്ത ചോദ്യം, ഒറ്റപ്പെട്ടത് ഏത്? ഓപ്ഷൻസ്: മഷിത്തണ്ട്, ചീര, തുളസി, മുക്കുറ്റി. ഇതിൽ ഒറ്റപ്പെട്ടത് ഏതാണ്? തുളസി അല്ലേ. ബാക്കിയൊക്കെ ഔഷധികളാണ്. അടുത്ത ചോദ്യം, മഷിത്തണ്ട് ചെടി ഏത് സസ്യവിഭാഗത്തിൽ പെടുന്നു? ഓപ്ഷൻസ്: വൻമരം, കുറ്റിച്ചെടി, ഔഷധി. ഇവയൊന്നുമല്ല. ഔഷധിയാണല്ലേ. ശരി ഉത്തരം ഔഷധി. അടുത്ത ചോദ്യം, മൂലം എന്ന് വിളിക്കുന്നത് ചെടിയുടെ ഏത് ഭാഗത്തെയാണ്? മൂലം എന്ന് വിളിക്കുന്നത് ചെടിയുടെ ഏത് ഭാഗത്തെയാണ്? ഓപ്ഷൻസ്: തണ്ട്, ഇല, വേര്, കായ്. ശരി ഉത്തരം വേര്. അടുത്ത ചോദ്യം, പത്രം എന്ന് വിളിക്കുന്നത് ചെടിയുടെ ഏത് ഭാഗത്തെയാണ്? പത്രം എന്ന് വിളിക്കുന്ന ചെടിയുടെ ഏത് ഭാഗത്തെയാണ്? ഓപ്ഷൻസ്: തണ്ട്, ഇല, പൂവ്, കായ്. ഇലയാണല്ലേ പത്രം എന്ന് വിളിക്കുന്നത്. ശരി ഉത്തരം ഇല. അടുത്ത ചോദ്യം, ചെടിയുടെ ഭാഗം അല്ലാത്തത് ഏതാണ്? ഓപ്ഷൻസ്: വല, വേര്, തണ്ട്, ഇല. വേര്, തണ്ട്, ഇല ചെടിയുടെ ഭാഗമാണെന്നറിയാം. അപ്പോൾ വലയാണ് അല്ലാത്ത ഭാഗമല്ലേ. ശരി ഉത്തരം വല. നാസുമായി ബന്ധപ്പെട്ട മോഡൽ ക്വസ്റ്റ്യൻസ് ക്ലാസ് 3 നാസ് എന്ന പ്ലേലിസ്റ്റിൽ പോയി കാണാവുന്നതാണ്. കൂടാതെ ക്ലാസ് 3 എന്ന പ്ലേലിസ്റ്റിൽ 3ാം ക്ലാസ്സിലെ മക്കളുടെ ഗണിതവുമായി ബന്ധപ്പെട്ട പാഠപുസ്തക പ്രവർത്തനങ്ങളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു.